രാത്രി കിടന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞും ഉറങ്ങാൻ പറ്റുന്നില്ലേ? ഇന്ന് ദിവസങ്ങളോളം ഉറക്കമില്ലാത്ത രാത്രിയാണ് നിങ്ങൾക്കുള്ളത്. സ്ലീപ്പ് ഡിപ്രവേഷൻ എന്ന പോയിന്റിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്താണ് സ്ലീപ്പ് ഡിപ്രവേഷൻ? ഒരാൾക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടാത്ത അവസ്ഥ. അതായത് ഉറക്കത്തിൻ്റെ സമയം കുറയുക അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ്. ഇതാണ് ഈ ഒരു അവസ്ഥ. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, വർക്ക് പ്രഷർ, എക്സസ് ആയിട്ടുള്ള ഈ സ്ക്രീൻ ടൈം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതൊക്കെയാണ് ഇതിന് പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത്. ഇതല്ലാതെ ചില മെഡിക്കൽ കണ്ടീഷൻസും ഇതിന് പ്രധാന കാരണങ്ങളാവാറുണ്ട്. അതായത് തൈറോയിഡിൻ്റെ പ്രോബ്ലം, കാർഡിയാക് പ്രോബ്ലം, അതേപോലെ GERD പ്രോബ്ലം, ആസ്തമ, ഇതൊക്കെ ഒരു പ്രധാന കാരണങ്ങളായിട്ട് പറയാം. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് ഞാനൊന്ന് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അമിതമായ ക്ഷീണം, അതേപോലെ കോൺസെൻട്രേഷൻ ഇല്ലാതാവുക, ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരിക, എപ്പോഴും മൂടിയായിട്ടിരിക്കുക, ഒരു കാര്യവും ചെയ്തു തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക, ഇറിറ്റബിലിറ്റി, തലവേദന, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഇനി എങ്ങനെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ഇത് മാനേജ് ചെയ്യാം? അതായത് എപ്പോഴും ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു പ്രത്യേക സമയം മെയിൻറ്റെയിൻ ചെയ്യുക. കൃത്യസമയം ഉറങ്ങി കൃത്യസമയം ഉണരാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ഉറങ്ങുന്ന മുറി, നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമുക്ക് ഡിം ലൈറ്റൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ ഉറങ്ങുന്നതിന് മുൻപുള്ള ആഹാര രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചായ, കാപ്പി, അതേപോലെ ആൽക്കഹോൾ ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ഹെവി ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതേപോലെ ഉറങ്ങുന്നതിന് മുൻപ് ബുക്സ് വായിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ബുക്സ് ഒക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടൊക്കെ കിടക്കുന്നത് നന്നായിട്ട് ഉറക്കം കിട്ടാൻ സഹായിക്കും. ഡേ ടു ഡേയിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡെയിലി എക്സസൈസ് ചെയ്യുക, അതേപോലെ തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ചെയ്യുക, ലൈക്ക് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്ലീപ്പ് എന്നത് ഒരു ഹാബിറ്റ് മാത്രമല്ല, നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒരേപോലെ ആവശ്യമായിട്ടുള്ള ഒരു റിലാക്സേഷൻ ടെക്നിക്കും കൂടിയാണ്. സോ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തെയും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റേ കാം ആൻഡ് ഹെൽത്ത്.